അഹല്യാമോക്ഷം എന്നത് കേട്ട് വിശ്വാമിത്രനുമരുൾ ചെയ്തു. പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവർത്തമെങ്കിലോ കുമാരനീ, വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോദസി നല്ലൊരാശ്രമത്തിങ്കലത്രേ മംഗലം വർദ്ധിച്ചീടും തപസ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രൻ കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ. ഭർത്തുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കൊണ്ടത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നോട് പത്നിയായൊരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമയായുധവശനായാൻ ചത്തൊണ്ടിയായി മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസുതി പതിനെന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമകൻ. ചന്ദാർബാണാർത്തി കൊണ്ട് സന്താപം മുഴക്കയാൽ സന്തതം മനക്കാമ്പൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചനങ്കാന്തനായി വന്നാനല്ലോ. അന്തരാത്മനി യുതേന്ദ്രനുമതിനിപ്പോൾ അയാളന്തരം തരാതെ ഒരന്തരമെന്തെന്നോർത്തു. ലോകേശാത്മജ സുതനന്ദനനുടെ യുവം നാഗനായകൻ കൈക്കൊണ്ടന്ത്യാമാതി എങ്കിൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമം പോയ നേരം അന്തരാപുക്കാനുട ജാന്തിരെ പരവശാൽ സൂത്രാമഹല്യെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയ ഒട്ടടുത്തിയില്ലെന്ന് കണ്ടു. എന്ത് സന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു പുത്രാരാധിക്കും മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ. ഇത്രസ്ഥനായത്രയും വേഗത പൂണ്ടു നിന്നാൽ തന്നോട് രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെന്തി ദുഷ്ടാത്മാവേ ചൊല്ലുചൊല്ലെന്നോട് നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോട് ചൊല്ലിയിടെന്നറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായെങ്കിൽ ഭസ്മാക്കുമോനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം എല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം. താപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം ഒക്കപ്പോൾ അഹല്യയും വേഗത പൂണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമത്രയും തവ ദുർവൃത്തം ദുരാചരേ ഇഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നു അപാരം. ദുഷ്കൃതമൊടുങ്ങുവാൻ അനിതിനു ചൊല്ലിയിടുവാൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം. കാമകിങ്കരെ ശിലാരൂപം കൈക്കൊണ്ടു നീ രാമപാദാംബുജം വധിച്ചിവിടെ നിസിക്കണം. നീഹാരതാപ വായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായിവര. കാനനദേശേ മറിയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദ അംബോജസ്പർശമുണ്ടായിടുന്നാൾ. തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു മുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂത മാനസയായാലെന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽ പാർശ്വം പൊക്കാനന്നു തൊട്ടിവിടെ വാണിയേടിനാളഹല്യം. ഇന്തിരുമലരടിച്ചിന്തളിർ പൊടിയാൽ കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു കൈക്കൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷസന്താനമേ ചിന്താമണി. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസോടും ഇന്നിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനായ ഗൗതമപത്നിയുടെ കൽമഷമേ ശേഷവും നിന്നുടെ പാദങ്ങളാൽ മൂലനാശം വരുത്തിയിടണമെന്ന് തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി. എന്നാൽ ഗാദിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയും പിടിച്ചുടാ ജാഗണം പൂക്കാൻ ഉഗ്രമാം തപസോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൽ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നോരാനന്ദമേതും
അല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറ് സോദരനോടും താപനാശകരനായ ഒരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജ ദലസന്നിപ നേത്രത്തോടും വാസവനീല മണിസങ്കാശഗാത്രത്തോടും വാസവാദ്യ മരൗകവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിത അല്ലേക്കും തന്നോട് ഭർത്താവായ ഗൗതമ തപോധരൻ തന്നോട് മുന്നവര ചെയ്തു അത് മോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു അർണോജവിലോചനൻ പത്മജാമനോഹരൻ ഉത്തമാത്മനി ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്ത്യ സത്വരമർഘ്യാദികൾ കൊണ്ട് ബോധിച്ചീടിനാൽ സന്തോഷാശ്രുക്കളൊഴുക്കിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ.